ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവയെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുള്ള ഒരു ദിനമാണിന്ന്. മഹായിടവയുടെ 10 കാറ്റഗിസ്റ്റുകളിൽ ഇടവക ഉപദേശിമാരിൽ ഒരാളായിരുന്ന ബഹുമാനമുള്ള കുഞ്ഞുമോൻ സുവിശേഷകർ നവായിക്കുളം CSI ചർച്ചിൻ്റെ ശുശ്രൂഷയിലായിരുന്നു. അദ്ദേഹം ഇന്നലെ രാത്രി 7:45 മണിക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. വളരെ ലളിത ജീവിതം നയിച്ചിരുന്ന പ്രിയമുള്ള സുവിശേഷകർ തൻ്റെ അനുഭവങ്ങൾ വ്യക്തിപരമായി സാക്ഷ്യമായും പങ്കുവച്ചിട്ടുണ്ട്. കുറവൻതാവളം എന്ന എസ്റ്റേറ്റ് മേഖലയിൽ ജീവിച്ചു വളർന്ന സ്വന്തം ഭവനം 17 വർഷക്കാലം ആലയമായി ആരാധനയ്ക്കായി തുറന്നു കൊടുത്തു. എല്ലാ ഞായറാഴ്ചയും ഭവനത്തിലുള്ള സാധന സാമഗ്രികൾ പുറത്ത് ഇറക്കി ആരാധനയ്ക്കായി തുറന്നു കൊടുത്തു. അങ്ങനെ അദ്ദേഹം അനുഗ്രഹീതമായ ശുശ്രൂഷ സൗത്ത് കേരള മഹായിടവയിൽ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ബഹുമാനമുള്ള അന്നത്തെ ബിഷപ്പ് ഗ്ലാഡ്സ്റ്റൺ തിരുമേനി അദ്ദേഹത്തെ സഭാ ശുശ്രൂഷ പദവിയിലേക്ക് അദ്ദേഹത്തിന് പഠനം ലഭിച്ചു. അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം ഞാൻ DRSന് അയച്ചു. DRS പൂർത്തിയാക്കി ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത്. തുടർന്നുള്ള BCS കോഴ്സിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുകയും ചെയ്തു. കണ്ണമൂല സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ അനുഗ്രഹീതനായ ഒരു വിദ്യാർത്ഥിയായി. ബഹുമാനമുള്ള പ്രിൻസിപ്പൽ ഡോക്ടർ ഡേവിഡ് ജോയ് അച്ഛൻ്റെ പ്രാർത്ഥന, സെമിനാരി ഫാക്കൽറ്റി, എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രാർത്ഥന അറിയിക്കുന്നതോടൊപ്പം CSI കൊല്ലം കൊട്ടാരക്കര മഹായിടവയുടെ സഭാ ശുശ്രൂഷകർ, വൈദികർ, കൊല്ലം കൊട്ടാരക്കര എന്ന കുടുംബം ഞങ്ങൾ പ്രാർത്ഥനയിൽ പ്രിയദാസനെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രിയമുള്ള സഹധർമ്മിണിയും 2 കുഞ്ഞുങ്ങളും, മൂത്ത മകൻ ലിജിൻ കണ്ണമല വൈദിക സെമിനാരിയിലെ 3-ാം വർഷ BD വിദ്യാർത്ഥിയാണ്. സ്വന്തം സ്ഥലം, ഭൂമിയിൽ സ്വന്തം ഭൂമിയോ ഒരു വീടോ ഇല്ലാത്ത കുഞ്ഞുമോൻ സുവിശേഷകർ സ്വർഗത്തിൽ ഒരു വലിയ ഭവനത്തിൻ്റെ ഉടമയായി. ദാനിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ നീ എഴുന്നേറ്റ് വരും. അദ്ദേഹത്തിന് വലിയ ഒരു ഓഹരി സ്വർഗത്തിലുണ്ട്. ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളിലൂടെ ലോകത്തിന് വരും കാലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ശക്തി നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. പെരുങ്കുളം CSI ചർച്ചിൽ ഇന്ന് സംസ്കാര ശുശ്രൂഷ ഗവൺമെൻറ് പ്രോട്ടോകോൾ പ്രകാരം നടത്തപ്പെടുന്നതിനാണ് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം കുടുംബത്തെയും ഇടവാങ്ങളെയും മഹായിടവയെയും ഇതോർത്ത് പ്രയാസപ്പെടുന്ന എല്ലാവരെയും, വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ, മകൻ്റെ പഠനത്തിൽ സഹായിക്കുന്ന ബോംബെ CSI ചർച്ചിനോടുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. സെമിനാരിയുടെ പേരിൽ എൻ്റെയും ബിഷപ്പമ്മയുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും മഹായിടവ കുടുംബത്തിൻ്റെയും ഉള്ള പ്രാർത്ഥന അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മരണം എപ്പോഴെങ്ങനെയെന്ന് അറിയുന്നില്ല. ഏത് നിമിഷം വിളിച്ചാലും ദൈവസന്നിധിയിൽ എത്താമെന്നുള്ള വലിയ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ, മണ്ണിനോടു തന്നെ ചേരും.
ചേരും. സകലാശ്വാസത്തിന്റെയും ദൈവവുമായുള്ളവേ, പുനരുദ്ധാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, അവനിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് അവനിൽ വിശ്വസിക്കുന്നവരാരും എന്നേക്കുമായി മരിക്കുകയില്ലല്ലോ. അവനിൽ എതിർക്കൊള്ളുന്നവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുതെന്ന് വിശുദ്ധ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിപ്പിച്ചുവല്ലോ. ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ പ്രിയ സഹോദരന്റെ പാപവും പരീക്ഷയുമുടെ ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുമനസ്സായിരിക്കുകൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഈ സഹോദരന്റെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന നിന്റെ മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി പ്രിയമുള്ള കൊച്ചമ്മയും മൂത്തമുള്ള മകൻ PD 3-ാം വർഷ വിദ്യാർത്ഥിയാണ്. എൻ്റെ പഠനത്തിനുള്ള സകല ക്രമീകരണങ്ങളും ബോംബെയിലുള്ള CSI ചർച്ചാണ് 3 വർഷവും ചെയ്തു കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ മോന് ജോലിയിലായിരിക്കുന്നു. അവർക്കൊരു വീടുണ്ടാകണം. പള്ളിയുടെ അച്ഛനതിന് ഒരു സ്ഥലം ബിജുവിടെ കൂടണം. ഈ വിവേകെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് 5 സെൻറ്റ് സ്ഥലം അച്ഛനുമായിട്ട് ആലോചിക്കുക. അതുപോലെ തന്നെ ഈ കല്ലറയൊന്ന് ഒരു വലിയ ആർഭാടമല്ലാതെ ഒരു മാന്യമായ ഒരു സ്ലാബൊക്കെ ഇട്ട് അതുകൂടെ ചെയ്യും. ഒരു നിമിഷം ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് മരണം എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയത്തില്ല. ഏത് സമയത്ത് വിളിച്ചാലും ദൈവത്തിന് സമയത്ത് എത്താമെന്നുള്ള പ്രത്യാശയോടുകൂടി ഇരിക്കാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായി. അതിനായി തന്നെ നമ്മളെ തന്നെ ഒരുക്കാം. കർത്താവേ, കരുണയുണ്ടായി പോകുന്നതിന് ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയുടെ അതിന് മുന്നേറാം. ഇന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശു മശിഹ തൻ്റെ സ്നേഹിതനായ ലാസറിൻ്റെ കല്ലറയെങ്കിൽ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് അറിയുവാൻ അവരെ സഹായിക്കണമേ. നിന്റെ പിതൃദയയിൽ ഉറപ്പായി ആശ്രയിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പഠിപ്പിച്ച പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാം വിശുദ്ധീകരണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ
രാജ്യശക്തിയും ആമേൻ. ആശീർവാദം. കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തന്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിന്റെ സകല മനുഷ്യർക്കും സമാധാനം ഐക്യവും നമുക്ക് സകലദാസർക്കും നൽകുമാറാകട്ടെ. പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക സർവ്വശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിലയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. സംസ്കാര ശുശ്രൂഷ പള്ളിയിൽ വെച്ച് നടക്കുന്നത് കർത്താവ് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. എന്നെ വീണ്ടെടുക്കുന്നവർ ജീവിച്ചിരിക്കുന്നുവെന്നും അവർ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ തൊക്കിങ്ങനെ നശിശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണും. ഇഹലോകത്തിലേക്ക് നാം ഒന്നിച്ച് കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമില്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, എല്ലാവരും പരിശുദ്ധാത്മാവിനെ എൻ്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുമിശിഹായുടെ മേൽ പകർന്നത് ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും വിശേഷാൽ ഞങ്ങളുടെ ഈ പ്രിയ ശുശ്രൂഷകൻ്റെ വേർപാടിൽ ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ തങ്ങളുടെ സ്നേഹകരങ്ങൾ ഫലമേൽപ്പിക്കും. അറ്റുപോകാത്ത കൂട്ടായ്മയുടെയും നിരന്തരമായ ദൈവസാന്നിധ്യത്തിൻ്റെയും ആശ്വാസങ്ങൾ നിന്റെ മക്കൾക്ക് നൽകുന്നു. തൻ്റെ മഹത്വമുള്ള പുനരുത്ഥാനത്താൽ പ്രത്യാശയും സന്തോഷവും സമാധാനം ഏവർക്കും ദാനം ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സഭാ ശുശ്രൂഷകരെ പ്രതികരിച്ചാലും ഞാൻ 2 വാക്ക് പറഞ്ഞു. ഇവിടെ സമൂഹത്ത് ഞങ്ങൾക്ക് മാതൃകയും ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടവനുമായിരുന്ന ശ്രീമുള്ള കുഞ്ഞുവൻ സുശേഷൻ മരിച്ചു. കഴിഞ്ഞ 1 വർഷക്കാലം ഒരുമിച്ച് ഞങ്ങൾക്ക് സെമിനാരിയിൽ വിദ്യാഭ്യാസം നേടുവാനായിട്ട് സഹായിച്ചു. ശാരീരികമായ ആവശ്യതയുടെ നടുവിലും സുഖത്തോടുകൂടി സമാധാനത്തോടുകൂടി പരിഭവങ്ങളില്ലാതെ പിണക്കങ്ങളില്ലാതെ ഈ ലോകത്ത് ജീവിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ആ പൊടിച്ചിരി മാതൃകയായി നമ്മുടെ മധ്യമുണ്ട്. പ്രിയപ്പെട്ട ദാസന് ഞങ്ങളെ വിട്ട് കടന്നുപോയി. നമ്മുടെ മഹാരവയിൽ നിന്ന് ശുശ്രൂഷ നീക്കപ്പെട്ടു. എല്ലാ പരിമിതിയുടെ നടുവിൽ ദൈവത്തിൻ്റെ വിളി കേട്ട് ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി വന്ന പ്രിയപ്പെട്ട അച്ഛൻ ഇരം കൈയോടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും ശുശ്രൂഷ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പ്രമോദം അനുഭവിപ്പാൻ ദൈവത്തെ അനുഭവിക്കുന്നതിന് പൂർണ്ണ വിശ്വസിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക ശുശ്രൂഷയുടെ ഏകമായ ഹൃദയാഞ്ജലി ദൈവപ്രധാനം സമർപ്പിക്കുന്നു. ആ കുടുംബത്തെ കരുതുവാനും സ്നേഹിക്കാനും ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യുവാനും ഞങ്ങളുടെ ഈ വെളുപ്പിൽപ്പെട്ട് ദൈവം അതിന് തിരുവേദിയുടെ വാക്കുകൾക്ക് നല്ല വാക്കുകൾ വേഗമായ ആ വാക്കുകൾ ഞങ്ങൾ ഏറ്റവും ആദരവോടെ ഞങ്ങളത് മാനിക്കുന്നു. ഒരിക്കലും അച്ഛൻ്റെ സ്നേഹത്തിൽ മാറിയിട്ടും അത്ര നല്ലൊരു മനുഷ്യൻ. അടുത്ത സമയത്ത് അച്ഛൻ പിന്നീട് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം വളരെ വേദനയോടാണത് കേട്ടത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത പെട്ടെന്ന് പോകുന്നത് കഴിഞ്ഞ ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഈ രോഗം വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുമിച്ചാണ് പിരിയുന്നത്. ഒരുമിച്ച് പിരിഞ്ഞ് ഞങ്ങൾ കൊണ്ടുകൊടുത്തോടെ DRS പഠിക്കാൻ ലാസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് വെച്ചാൽ വയ്യായിരുന്നു. ഞാൻ പറഞ്ഞു ഇന്ന് വയ്യായിരുന്നു പുള്ളിക്ക് ഞാൻ പാൻസ് ഊരി കൊടുത്തു. എനിക്ക് വയ്യടാന്ന് പറഞ്ഞു. വെച്ചാൽ കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകാം എന്ന് പറഞ്ഞു. പക്ഷെ അതുപോലെ മെഡിസിറ്റിൽ പോയി അപ്പോഴേ തന്നെ ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പക്ഷേ അതിനൊരു പരിഹാരം കാണാൻ പക്ഷെ അതൊന്നും ചെയ്തില്ല. ഒരു പാരസെറ്റമോൾ കഴിക്കാൻ പറഞ്ഞു. പിന്നെ 3-4 ദിവസം കഴിഞ്ഞ ശേഷം പോസിറ്റീവാണെന്ന് അറിഞ്ഞത്. എന്തുകാര്യം ദൈവഹിതമാണെന്ന് വിശ്വസിപ്പാൻ പറ്റോണം. നമ്മുടെ ആത്മീയമാണ് ബലപ്പെട്ടിരിക്കുന്നു. തൻ്റെ നല്ല ജീവിതത്തെ മാതൃകയാക്കി ജീവിക്കാൻ ആ കുടുംബത്തെ കരുതുവാൻ ദൈവം തന്നെ ഞങ്ങൾക്ക് സഹായിക്കട്ടെ. തിരുമേനിയുടെ നല്ല വാക്കുകൾ ഒന്നുകൂടി എന്നെ അറിയിക്കുന്നു. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശുദ്ധാത്മാവിനെ അറിയിക്കട്ടെ. ചെയർമാനും വൈദികരെ പ്രതികരിച്ച് ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള അഭിമന്യ തിരുമേനി, പ്രിയപ്പെട്ടക്കാരെ, ഇടവക ശുശ്രൂഷകരെ, പ്രിയമുള്ളവരെ, ഇന്നലെ 7:45 കഴിഞ്ഞുള്ള സമയം മുതൽ ഹൃദയം വളരെ
വേദനയുടെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന് ഈ കുഴിക്കരയിൽ നിൽക്കുമ്പോൾ 22 വർഷം പിന്നിലേക്ക് എനിക്ക് ചിന്തിക്കേണ്ട അനുഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഡിഗ്രി പഠനം കഴിഞ്ഞ് പ്രൊബേഷൻ പീരീഡ് ആദ്യം ചെയ്യുന്നത് കുറവന്താവള സഭയിലാണ്. അവിടെ ഞങ്ങൾ 3 മാസം ഒരുമിച്ച് ബഹുമാനമുള്ള കുഞ്ഞോച്ചായൻ്റെ ഭവനത്തിൽ വെച്ച് ആരാധന നടത്തുകയും 3 മാസം കഴിയുമ്പോൾ പുള്ളി ഇടവക ശുശ്രൂഷകനായി പാസ്റ്റർ ബോർഡ് ഒരു 100 DC എന്നുള്ള പോസ്റ്റാണെന്നുള്ളത്. അങ്ങനെ മഹാദേവയുടെ ഒരു ഓർഡറുമായിട്ട് വന്നിട്ട് റോസ്മല പള്ളിയിലേക്ക് പ്രാർത്ഥിച്ച് ആ കത്തെൻ്റെ കയ്യിൽ തന്നു. അച്ഛാ എന്നെ പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് അയക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നേക്കാൾ 12 വയസ്സ് മൂത്ത ആളാണെങ്കിലും ഞാനാണ് ഇടവക ശുശ്രൂഷ നിലയിൽ നീറുന്ന മനസ്സ് തന്നെയാണ്. ഞാൻ പ്രാർത്ഥിച്ചയച്ച ഒരാളുടെ അവസാന ശുശ്രൂഷയും ചെയ്യേണ്ട വരുന്ന ഒരു സാഹചര്യം ഹൃദയത്തിൽ താങ്ങുന്നതിനപ്പുറമാണ്. 3 വർഷം ആ ഭവനം ഇവരുടെ ഭവനത്തിൽ വെച്ചാണ് ആരാധന നടത്തുക. അവിടെ തന്നെയാണ് ഉറക്കവും താമസവും. എസ്റ്റേറ്റിലെ ജീവിതം നമുക്കറിയാം. എസ്റ്റേറ്റിലെ ജീവിതം എന്ന് പറയുന്നത് ഒരാഴ്ച റബ്ബർ വെട്ടുന്നതിൻ്റെ കൂലി കിട്ടുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ കടം തീർക്കാനാണ്. ഒരു രൂപ പോലും മിച്ചം പിടിക്കാനില്ലാത്ത സാഹചര്യത്തിൽ ജീവിച്ചിട്ട് ആ റോസ്മല സഭയിലേക്ക് പോകുന്നത് അവിടെ ആര്യങ്കാവിന് ജീപ്പാണ് ഉള്ളത്. ചിലപ്പോൾ 250 രൂപ കൊടുക്കണം, ചിലപ്പോൾ 180 രൂപ. ചിലപ്പോൾ ഒരു യാത്രയ്ക്ക് ഏകദേശം 500 രൂപ വേണം. 500 രൂപ കൊണ്ട് പോയിട്ട് അവിടെ കിട്ടുന്ന സ്തോത്ര കാഴ്ച 30 രൂപ 40 രൂപ. പക്ഷേ 8 വർഷം ഈ 500 രൂപ പോലും ചിലവാക്കി അവിടെ നിന്ന് യാത്ര തിരിച്ച് വീട്ടിൽ വരുമ്പോൾ 4-5 മണിയാവും. വിശന്ന് വളരെ ക്ഷീണിതനായിരിക്കും വരുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു പക്ഷേങ്കിൽ മരച്ചീനയൊക്കെ വാട്ടിയൊക്കെ ഇട്ടിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിക്കുകയും സുവിശേഷത്തിന് വേണ്ടി എൻ്റെ ജീവിതം പൂർണ്ണമായി ഒരു പക്ഷേ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു നിനക്ക് ഒരു നല്ല ജോലിയുണ്ട്, അത് നീ കളഞ്ഞിട്ടാണ് പോകുന്നൊക്കെ പറയുമ്പോഴും കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനായിട്ട് പൂർണ്ണ മനസ്സോടെ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിത്വം. നമുക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾ ചെന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ചെല്ലും. ശനി ഞായർ ദിവസങ്ങളിൽ ഒരു കുറവും വരുത്താത്ത ഭക്ഷണങ്ങൾ, വലിയ ഭക്ഷണമല്ലെങ്കിൽ പോലും ഇലക്കറികളൊക്കെ ചെയ്ത് നമുക്ക് തന്ന് നമ്മുടെ ഒരു കുടുംബത്തിലംഗത്തെ പോലെ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ വെമ്പായത് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ഏത് സ്റ്റേജൊക്കെ എന്നെ പ്രാർത്ഥിച്ചതിന് ശുശ്രൂഷയ്ക്ക് അയച്ചതാണ് അച്ഛനാണിതെന്ന് പറയും. ഞാൻ പറഞ്ഞത് ഒരു വലിയ ബഹുമാനമുള്ള സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഒരു ജീവിതം നമുക്ക് കാണാൻ അപൂർവമാണ്. ഈ 12 വയസ്സ് മൂത്തതാണെങ്കിലും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പിഞ്ചു കുട്ടിയെ പോലെ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ, അല്ലെങ്കിൽ ഒരു സൺഡേ വിദ്യാർത്ഥിയെ പോലെ തന്നെയാണ് വളരെ വിനയത്തോടെ ഓരോന്ന് പറയുകയും അത് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇത്രയും മാതൃകകൾ എല്ലാ പള്ളികളും 5 വർഷം ഇരിക്കും. അതാണ് ഏറ്റവും മഹത്വം. ശുശ്രൂഷയിൽ 5 വർഷം ഒരു പള്ളിയെങ്കിലും പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് സുഖകരമായ കാര്യം. പക്ഷേ ഇദ്ദേഹം പോയിടങ്ങളെല്ലാം 5 വർഷവും സന്തോഷമായിരുന്നു. വെമ്പായത്ത് മാത്രം അവിടുത്തെ ചില പ്രയാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് മാറേണ്ടതായി വന്നു എന്നുള്ളതല്ലാതെ ബാക്കി എല്ലായിടങ്ങളിലും 5 വർഷം തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു. ഓരോ പള്ളിയിലും പോകുമ്പോൾ അവർ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല അത്രത്തോളം വിനയമുള്ള ഒരാൾ. കുഞ്ഞാൻചാൻ, ഞാൻ കുഞ്ഞാൻചാൻ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ വിളിക്കുന്ന കുഞ്ഞാൻചാൻ എന്നുള്ളത് ആ ചേട്ടനെ വിളിക്കുന്ന വിളിയാണ്. ഇപ്പോഴും ഞാൻ കുഞ്ഞാൻചാനെ വിളിക്കുകയുള്ളൂ. ആ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് അവസാനം ചിരിക്കും ചെയ്യാച്ചാന്ന് പറയും. എന്തെങ്കിലും ഒരു അവധി വന്നാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റ് സഹോദരങ്ങൾ എല്ലാവരും പ്രയാസം അനുഭവിക്കുന്നവരാണ്. ഓണമോ എന്തെങ്കിലുമൊക്കെ ഒരു ക്രിസ്മസൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ സഹോദരങ്ങളും ഒരു വീട്ടിൽ വരും, എല്ലാവരും സൽക്കരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നാൽ ഒരു നേരം ആഹാരം തരാതെ ഒരാളെ പോലും അദ്ദേഹം മടക്കി വിടാറില്ല. അത്തരത്തിൽ എല്ലാവരെയും മനസ്സോടെ സ്നേഹിക്കുന്ന, എല്ലാവർക്കും വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയൊക്കെ എല്ലാവരും പറയും. അത് പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ എല്ലാവരെയും അതൊരു ആശ്വാസമാണ്. അത്തരത്തിൽ ദൈവിക ശുശ്രൂഷ വിശ്വസ്തയോടെ, നല്ലവരും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നെന്ന് വിളിക്ക് നിന്നെ ഞാൻ അധികത്തിന് വിചാരമാക്കുന്ന വിളിക്ക് യോഗ്യനാകത്തക്കത്തോളം തൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ദൈവം പ്രിയമുള്ള ആചാരം ഒരുക്കി. അതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു അവസാനമല്ല. കർത്താവിന് കുഞ്ഞാച്ചാനെ കൊണ്ട് സ്വർഗത്തിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിനുവേണ്ടി പോയിരിക്കുന്നു. ബഹുമാനമുള്ള തിരുമേനി പറഞ്ഞത് പ്രാർത്ഥനകളൊക്കെ നമ്മൾ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രം ചെയ്യാവും. കുഞ്ഞുമോൻ സുവിശേഷകർ സ്വർഗത്തിൽ പോകുന്നതിന് യാതൊരു സംശയം വേണ്ടായിരുന്നു. രാവിലെ അത് ഉറപ്പിച്ചാണ് തിരുമേനി പറഞ്ഞത്. അദ്ദേഹം സ്വർഗത്ത് വിളിക്കോളും, നമ്മളതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഉപദേശമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ
ഞാനും കുഞ്ഞാച്ചാൻ ഒരു വർഷം ഗോവയിൽ വെച്ചുള്ള അച്ഛന്മാർ സെക്രട്ടറിയായിട്ട് എന്നെയും ഇടവകാശ ശുശ്രൂഷകളുടെ സെക്രട്ടറിയായിട്ട് കുഞ്ഞാച്ചാനെയും ആണ് തിരുമേനി നിയോഗിച്ചത്. അങ്ങനെ ഒരു വർഷക്കാലം ആ ശുശ്രൂഷ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ശുശ്രൂഷ സമൂഹത്തിൽ പ്രാർത്ഥനയുള്ള മാതൃകയുള്ള സാക്ഷ്യമുള്ള പകരം വയ്ക്കാൻ ഇല്ലാത്ത തരത്തിലേക്ക് നല്ല വ്യക്തിത്വമായിരിക്കുന്ന കുഞ്ഞാച്ചാൻ്റെ വേർപാട് ഞങ്ങളുടെ സുവിശേഷ ലോകത്തിന് നഷ്ടമാണ്. ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിങ്ങനാണ് യാത്രയായി ഞങ്ങളുടെ കൂട്ടുകാരൻ എന്നാണ്. അതിനകത്ത് ഒന്നും പറയാനില്ല, അത് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. ഞങ്ങളുടെ കൂട്ടുകാരൻ യാത്രയെ ഞങ്ങളെല്ലാം വിട്ടിട്ട് ദൈവം വിളിച്ച് യാത്രയായിരിക്കുന്നു. കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. തിരുമേനി പറഞ്ഞ നല്ല വാക്ക്, പ്രത്യേകിച്ച് ഒരു ഭവനമില്ല. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു അവരുടെ വീട് എവിടെയാണെന്ന്. ഞാൻ പറഞ്ഞു വീടും വസ്തുവൊന്നുമില്ല തിരുമേനി എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും കരുതൽ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും വരും ദിവസങ്ങളിൽ അവരെ കുടുംബമായിട്ട് നമുക്ക് ഒരുമിച്ച് സ്നേഹിക്കാനും കരുതുവാനും നമ്മോടൊപ്പം ചേർത്ത് നിർത്തുവാനും ദൈവം സഹായിക്കട്ടെ. ഒരു മകൻ ഒരു പുരോഹിതനാകുന്നു എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. തീർച്ചയായും നമുക്ക് എന്നും നമ്മുടെ ഹൃദയത്തിൽ മറയാത്ത ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുഞ്ഞാച്ചാൻ്റെ ഉപയോഗത്തിൽ ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെയും സഭയുടെയും ഒക്കെ 3 സഭകളുടെയും എല്ലാ ദുഃഖവും അറിയിച്ചുകൊണ്ട് വാക്കുകളെ സംഘടിച്ച് ദൈവമെന്നുള്ളവരെയും വർദ്ധിച്ചതുപോലെ ഹൃദയത്തിൽ കയറിയൊരു മനുഷ്യനാണ്. കാരണം ഇത്രയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും കരുതുകയും ഒരു ബിഷപ്പ് ആരാണെന്ന് അറിയാവുന്ന ഒരു സഭാശുശ്രൂഷ ഹൃദയത്തിൽ ഇടം പിടിച്ച മനുഷ്യൻ. അദ്ദേഹം സംഭാഷണങ്ങൾ അധികമില്ല. അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ മാത്രം ഞാൻ ദൂരെ നിന്ന് വീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വലിയ ജീവിതത്തെ ഓർത്ത് പ്രകൃതി പോകുന്നുള്ളതിന് 2 വർഷം ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിക്കും. ദക്ഷിണേന്ത്യ സഭാ മോഡറേറ്റർ ധർമ്മരാജ റസാലൻ തിരുമേനിയുടെ പേരിൽ കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഡോക്ടർ ഡേവിഡ് ജോയ് അച്ഛനും ഫാക്കൽറ്റിയും വിദ്യാർത്ഥി സമൂഹവും കൊല്ലം കൊട്ടാരക്കര മഹാഴയുടെ പേരിൽ ആ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ഭവനത്തിലെ ഒരാൾ പോകുന്നത് പോലെയാണ്. 7:45 മണിക്ക് ഡോക്ടർ റോസ്പിസ് സാറ് വർക്ക് ജേക്കബ് സാറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു മരണവാർത്ത കേൾക്കുന്നു. എന്നെ വിളിച്ച് വർക്ക് ജേക്കബ് സാറ്, ഞാൻ സഹോദരനെ വിളിച്ചപ്പോൾ ശരിയാണ് 7:45 മരണപ്പെട്ടു എന്ന് അറിയിച്ചു. ദൈവം കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. തുടർന്നുള്ള പ്രാർത്ഥന വരെ അവസാനത്തെ കഴിഞ്ഞ 2-3 വർഷങ്ങൾ ഞാൻ എപ്പോഴും പറയും, ഒരു 5 വർഷമായിട്ട് ഈ പള്ളിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു നല്ലൊരു ബന്ധമായിരുന്നു. നല്ല സ്നേഹമുള്ള, അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള 2 അച്ചാച്ചന്മാർ, എല്ലാ രീതിയിലും എന്താ പറയുക, നല്ലൊരു സ്നേഹബന്ധം പുലർത്തുന്ന ഈ അച്ഛനെ അച്ഛൻ്റെ വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കുകയും കർത്താവെ അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കുകയും ഭക്തന്മാരുടെ മരണം നീതിമാന്മാർ എന്നേക്കും നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിന്റെ കയ്യിലായിരുന്നു. മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തിയുള്ള ദൈവമേ, കർത്താവിൽ ഉടമ്പെട്ടു പോകുന്നവരുടെ ആത്മാക്കൾ നിന്നോട് കൂടെ വസിക്കുകയും വിശ്വാസികളുടെ ആത്മാക്കൾ ശരീരത്തിന്റെ ഭാരങ്ങളിൽ നീക്കപ്പെട്ട ശേഷം നിന്നോട് ആനന്ദത്തിലും ഭാഗ്യത്തിലും ഇരിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളുടെ ഈ ശുശ്രൂഷകന്റെ ഈ പാപലോകത്തിലെ അരിഷ്ടതകളിൽ നിന്ന് വിടുവിക്കുവാൻ നിനക്ക് ഇഷ്ടം തോന്നിയത് കൊണ്ട് ഞങ്ങൾ നിനക്ക് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമത്തുള്ള സത്യവിശ്വാസത്തിൽ മരിച്ചവരോടെല്ലാവരും കൂടെ ഞങ്ങൾ ആത്മാവിലും ശരീരത്താലും
നിന്നേലിന്റെ എന്നേക്കുമുള്ള നിത്യമഹത്വത്തിൽ സർവസമ്പൂർണ്ണതയും മോക്ഷവും അനുഭവിക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തവരുടെ സംഖ്യയെ ശീഘ്രം തികച്ച് നിന്റെ രാജ്യം വേഗം വരുത്തുവാൻ നിന്റെ കരുണയുള്ള നന്മ കൊണ്ട് ഇടം നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയുടെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. നമ്മുടെ പ്രകൃതി അറിയുന്നതല്ലോ നാം പൊടിയുന്നവൻ ഓർക്കുന്നു. മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്ന കാറ്റതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു. അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയില്ല. യഹോവയുടെ ദൈവം ഇന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. നിത്യനും അമർത്തിയുള്ളവനും അദൃശ്യമായിരിക്കുന്ന രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവിതാവസാനം വരെ ക്രിസ്തുവിൻ്റെ വിശ്വസ്ത സാക്ഷികളായിരിക്കാൻ കൃപ നൽകുമാറാകട്ടെ. സെമിത്തേരി വെച്ചുള്ള ശുശ്രൂഷ. ശവക്കല്ലറയിലെ വിശ്രമത്താൽ ശവക്കുഴിയെ തന്നെ ജനങ്ങൾക്ക് പ്രത്യാശയുടെ കിടക്കയായി ശുദ്ധീകരിച്ച കർത്താവായ യേശു ക്രിസ്തു പുനരുത്ഥാനം ജീവനുമായിരിക്കുന്നതിൽ ഈ ദാസൻ സ്വസ്ഥത അനുഭവിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കുഞ്ഞുമോൻ സഹോദരൻ്റെ ആത്മാവിനെ തൻ്റെ അടുക്കിലേക്ക് കൈക്കൊള്ളുവാൻ സർവശക്തിയുള്ള ദൈവത്തിന് തന്നെ മഹാകരണമുള്ള ഇഷ്ടം തോന്നിയിരിക്കാൻ സകലവും എനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. നമ്മുടെ കർത്താവായ യേശു മിശിഹാ മൂലം നിത്യജീവങ്കിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയും നിശ്ചയുള്ള ഉറപ്പോടുകൂടി നാം ഈ ദാസൻ്റെ ശരീരത്തെ മണ്ണ് എല്ലാവരും ഇടുന്ന മണ്ണിന് മണ്ണായി ചാരത്തിന് ചാരമായി പൂഴിക്ക് പൂഴിയായി ഭൂമിക്ക് ഏൽപ്പിക്കപ്പെടും. ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ വിശ്രമിക്കേണ്ടതാകുന്നുവെന്ന് ആത്മാവ് പറയുന്നു. വിശ്വാസ പ്രമാണം 320 പേജിൽ സർവശക്തിയുള്ള പിതാവായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടു അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും അവനായിട്ടുണ്ടാവുകയില്ല. കർത്താവിനെ ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് ഞാൻ വിശ്വസിക്കുന്നു. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ നാൾ വാർത്തലേ രക്ഷപ്പെട്ടോരക്കേറെ കൂടി ആകാശേ പേർ വിളിക്കുന്നേരം കാണു എൻ പേരു പേർ വിളിക്കുന്നേരം കാണു പേർ വിളിക്കുന്നേരം കാണു പേർ വിളിക്കുന്നേരം കാണു പേർ വിളിക്കുന്നേരം കാണു എൻ പേരും അറിയിച്ചുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമകപ്പെടുമാറാവട്ടെ. ഈ കോവിഡ് കാലഘട്ടത്തിൽ വേർപാട് വളരെ വേദനാജനകമാണ് എങ്കിലും കോവിഡ് മാനദണ്ഡമനുസരിച്ചുള്ള സംസ്കാര ശുശ്രൂഷയിൽ നാം ആയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയ ബഹുമാനമുള്ള തിരുമേനിക്ക് തിരുവുള്ള ഇടവകയുടെ പേരിലാണ് അറിയിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികർക്കും ശുശ്രൂഷകർക്കും പ്രത്യേകിച്ച് വാർഡ് മെമ്പർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നയിക്കുന്ന രജീഷ് സാറ്, എല്ലാവർക്കും പ്രത്യേകമായി സഭയുടെ പേരിലാണ് നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള ശുശ്രൂഷകൾ ബോഡി വന്നതിന് ശേഷം നേരെ ഇവിടെ തന്നെയാണ് വെക്കുക. നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഡിസി ചെയർമാൻ അച്ഛനാണ്. ബാക്കി ഒരാളെ തന്നെ നമ്മൾ ഇതിനകത്ത് കഴിയുന്നില്ല. മാനദണ്ഡമനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടും. അതിനുശേഷം സഭ തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരു അനുസ്മരണ യോഗം നടത്തുന്നതായിരിക്കും. ആ സമയത്ത് കല്ലറയുടെ ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ് അതിനുള്ള ക്രമീകരണം ചെയ്ത് ഉള്ള ശുശ്രൂഷ നടത്താമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഇത്രത്തോളം ഈ കൂട്ടായ്മയിൽ ഈ പ്രത്യേകമായ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാവർക്കും സഭയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, കുഞ്ഞുമാൻ സുവിശേഷകരുടെ ജീവിതത്തിനായി സ്തോത്രം. നല്ലവർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു
നീതിയുടെ കിരീടം നിൻ്റെ മകന് ലഭിച്ചു. കർത്താവേ, നിൻ്റെ മകനെ സ്വീകരിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. എൻ്റെ മകളും 2 കുഞ്ഞുങ്ങളുമായി കർത്താവെ തുടർന്നുള്ള ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. പിതാവിൻ്റെ ആ ദർശനത്തിൽ ആ കുഞ്ഞുങ്ങളായി തീരുവാൻ സഹായിക്കണമേ. ആ നല്ല ദർശനം ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും ബലം നൽകണമേ. കർത്താവെ, കരുണയുണ്ടായി കോവിഡ്-19 ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഈ സംസ്കാര സൂക്ഷിയോടുള്ള ബന്ധത്തിൽ വിശേഷിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചുമതല വഹിക്കുന്നവർ, അതിനുവേണ്ടി ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ ഇത് കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിൻ്റെ പ്രോട്ടോക്കോളുകൾ പാലിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണല്ലോ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മറ്റ് WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഇതിനുവേണ്ടി ശ്രമിക്കുന്നു. അവരെല്ലാം ഓർത്ത് സ്തോത്രം. പെരുങ്കുളം ഇടവക നിൻ്റെ മക്കളെ ചേർക്കുവാനും സ്വീകരിക്കുവാനും ഇവിടെ സംസ്കരിക്കുവാനും നിൻ്റെ മക്കൾ കാട്ടിയ നല്ല മനസ്സിനായി സ്തോത്രം. പ്രിയമുള്ള കൊള്ളയുടെ അച്ഛനെയും പ്രദീപ സുവിശേഷകരെയും സന്നിധിയിലായിരിക്കുന്ന എല്ലാ വൈദികരെയും സഭാ ശുശ്രൂഷകരെയും ദൈവജനത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകന് ഇവിടെ സൗകര്യപ്രദമായൊരു കൊച്ചു സ്ഥലവും വീടും ലഭിച്ച് കർത്താവെ, ഇത് നിൻ്റെ മകൻ്റെ സംസ്കാരം നടന്ന ഈ സ്ഥലം ഒരു നല്ല മോണുമെൻ്റായി നിലനിന്ന് മുൻപോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. കർത്താവെ, വിദ്യയിൽ പ്രവേശിച്ച ശുഭസാറിൻ്റെ അനുസ്മരണ മീറ്റിംഗ് 10 നടക്കുന്നല്ലോ. അസുഖ അനുഗ്രഹമായിരിക്കണം. നിൻ്റെ മകൻ്റെ ജീവിതത്തിനായി സ്തോത്രം. പ്രകാരം മരണപ്പെട്ടവരുടെ എല്ലാ കുടുംബങ്ങളെയും സ്മരിക്കുന്നു. കർത്താവെ, ഞങ്ങളെ എപ്പോഴാണ് നീ വിളിക്കുന്നത് ഞങ്ങൾക്കറിയില്ല, എങ്ങനെയാണ് വിളിക്കുന്നത് അറിയില്ല. ഏത് നിമിഷം വിളിച്ചാലും നിൻ്റെ സന്നിധിയിൽ വരുവാൻ ഒരുക്കമുള്ളവരായി, വിളക്കിൽ എണ്ണയുള്ളവരായിരിക്കാനായിട്ട് ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഗംഭീരനാമത്തോടും പ്രധാനതൂതിൻ്റെ ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ വിശുദ്ധന്മാരും വിശുദ്ധമതികൾ ഉയർക്കുമ്പോൾ ഈ കല്ലറയിൽ നിന്ന് ഇതിൻ്റെ ദാസന് ഉയർത്തി നിൽക്കുവാൻ പോകുന്നുണ്ട്. സ്തോത്രം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. നമ്മുടെ പുനരുദ്ധാനം ജീവനുമാകുന്ന യേശുമിശിഹായുടെ സ്നേഹം നിങ്ങളെ അവങ്കിലേക്ക് ആകർഷിക്കുന്നതാണ്. നമ്മുടെ പുനരുദ്ധാനം ജീവനുമാകുന്ന യേശുമിശിഹായുടെ ശക്തി നിങ്ങളെ അവൻ്റെ സൂക്ഷിക്കായി ബലപ്പെടുത്തുന്നതാണ്. നമ്മുടെ പുനരുദ്ധാനം ജീവനുമാകുന്ന യേശുമിശിഹായുടെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമാറാണ്. പിന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ്. സർവശക്തനായ ദൈവത്തിന് നിങ്ങളിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ എത്തി ഞാനും എൻ്റെ വിശ്വാസയാത്രയിൽ നിത്യഭവനമാം സൗധത്തിങ്കൽ നോക്കി നോക്കി ഞാനും കാത്തിരുന്ന എൻ്റെ സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ സെറാഫുകൾ ദിനം നാഥനെ വാഴ്ത്തുന്ന ആരവമാണിവിടെല്ലാമെല്ലാം ശുദ്ധന്മാർ പാടുന്നു, ദൂതന്മാരാർക്കുന്നു, നിത്യ സന്തോഷമാണെൻ ഭവനേ. back.
പോട്ടെ പോട്ടെ പോട്ടെ. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും. എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ, എന്തു കൊണ്ടുപോകും നീ പോകുമ്പോൾ, മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും. ഓട്ടാളനേക്കാൾ വേഗത്തിൽ ഓടുന്നതാം നിൻ ജീവിതം. അന്ത്യാശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ. അന്ത്യാശ്വാസം വരെയും ജീവനൻ യേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ. യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യശ്വാസം വരെയും ജീവൻ രക്ഷകനായി. അന്ത്യാശ്വാസം വരെയും ലോകത്തിൻ ഭാരത കോമളത്തും വസ്തുവകകൾ പൊന്നാണയങ്ങൾ
ഭാരങ്ങൾ മാനങ്ങൾ നശ്വരമാ നേരുള്ള ഗ്രഹം യാത്ര ചെയ്യും ഞാൻ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ രക്ഷകനാ അന്ത്യാശ്വാസം വരെയും ജീവൻ രക്ഷകനാ അന്ത്യാശ്വാസം വരെയും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് മരുന്ന് ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരേണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. കൊല്ലം കൊട്ടാരക്കര മഹായുടെ വകയിൽ കലയവരം ഡിസ്ട്രിക്റ്റിൽ പെരുങ്കുളം CSI ബഹുമാനമുള്ള പീസ് വില്ലയിൽ ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ അവരുകൾ 59 വയസ്സ്, ഭാര്യ ശ്രീമതി റൈച്ചൽ കുഞ്ഞുമോൻ, മക്കൾ ജിജിൻ കെ ജോർജ്, ജിബിൻ കെ ജോർജ്. പ്രിയമുള്ള കുഞ്ഞുമോൻ ഷാൻ്റെ ജനനം 20/5/1961 മെയ് മാസം. സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് 4/9/1988 സെപ്റ്റംബർ മാസം. തിരുസഭാ അംഗവും സ്വീകരിച്ചു. തുടർന്ന് 1998 മുതൽ ദക്ഷിണ കേരള മഹായുടെ വക ശുശ്രൂഷകനായി 2015 കൊല്ലം കൊട്ടാരക്കര മഹായുടെ വക രൂപീകൃതമായപ്പോൾ അന്ന് മുതൽ കൊല്ലം കൊട്ടാരക്കര മഹായുടെ വക റോസ്മല, ഇളമ്പൽ, വില്ലൂർ, ചെങ്കുളം, നാവായിക്കുളം തുടങ്ങിയ സഭകൾ ശുശ്രൂഷകൾ ചെയ്തു വന്നു. കഴിഞ്ഞ ദിവസം 28/1/2001 7:45 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് കർത്താവിൽ വിടുതല പ്രാപിച്ചു. അടക്ക ശുശ്രൂഷ 29/1/2021, അതായത് ഇന്നേ ദിവസം. ഈ പ്രിയമുള്ള സുവിശേഷകരുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുവാനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. പ്രിയമുള്ള ദാസന്റെ സേവനങ്ങൾക്ക് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. നിശ്ചയമായും പ്രിയമുള്ള സുവിശേഷകന്റെ വേർപാട് ഒരു അന്ത്യമല്ല, മറിച്ച് നിത്യതയിലേക്കുള്ള പ്രവേശന കവാടമാണെന്നുള്ള പ്രാർത്ഥനയോട് പ്രത്യാശയോട് നമുക്കായിരിക്കാം. തുടർന്ന് നമുക്ക് നമ്മുടെ ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള നിയമങ്ങൾ പാലിച്ചാണ് ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മൾ ഇവിടെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനമുള്ള ചിറ്റുമല ഇടവക ശുശ്രൂഷകൻ അവർ ജോൺസൺ പോളച്ചൻ പ്രാർത്ഥിക്കും.
തുടർന്ന് നമുക്ക് ശുശ്രൂഷയിൽ പ്രവേശിക്കും. പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, ഏറെ ദുഃഖവും വിഷമവും കർത്താവെ തളർന്നു തട്ടി നിൽക്കുന്ന ഈ സന്ധ്യയോടടുത്ത സമയത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ കർത്താവെ അങ്ങ് വിളിച്ച് അങ്ങയുടെ രാജ്യത്തിന്റെ അവകാശിയാക്കിയല്ലോ. ഇവിടുള്ള ദാസന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്, നിരാശയുണ്ട്. എങ്കിലും കർത്താവെ അങ്ങയുടെ രണ്ടാമത് ഓരെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും മുഖാമുഖം കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി കർത്താവെ ശ്രീമളദാസൻ ഏറ്റവും യോഗ്യമായ യാത്രയപ്പ് നൽകുവാൻ ഞങ്ങളെ കർത്താവെ ഒരിക്കൽ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മകന്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയിൽ അവിടുത്തെ ദൈവത്തിലേക്ക് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന തൊട്ടും കേട്ടനായ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥന തുടരാം. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല എന്ന് അവിടുത്തെ വചനത്തോടെ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഒരു മനുഷ്യൻ ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ജനിക്കുമ്പോൾ മുതൽ കർത്താവെ അതിൻ്റെ അന്ത്യത്തെക്കുറിച്ച് കർത്താവായ ദൈവം അവിടുന്ന് മുന്നമേ നിശ്ചയിച്ചിരിക്കുന്നു ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. കർത്താവെ, പ്രിയമുള്ള കുഞ്ഞുമോൻ സുവിശേഷകരുടെ ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. ഒരമ്മയുടെ ഉദരത്തിൽ ഉരുവായി ജനിച്ച് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്ക സമയങ്ങളിലും ഒക്കെ ജീവിച്ച് 59 മാസം വർഷക്കാലം ഈ ഭൂമിയിൽ അവിടുത്തെ പ്രത്യാശയിലും ശുശ്രൂഷയിലുമായിരിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. പ്രതികൂലങ്ങളുടെ മധ്യയിൽ നിന്ന് കടന്നു വന്ന് കർത്താവിൻ്റെ വേലയ്ക്കായി ധൈര്യത്തോടെ ഇറങ്ങി തിരിച്ച് താൻ പോയി ശുശ്രൂഷ ചെയ്ത ഇടങ്ങളിലെല്ലാം കർത്താവെ യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ അവരെ കുടുംബമായിട്ട് ദൈവം സഹായിച്ചു. അനേകർക്കൊരു ആശ്വാസമായിരുന്നു, അനേകർക്കൊരു സുഹൃത്തായിരുന്നു, അനേകർക്കൊരു പിതാവായി, ജ്യേഷ്ഠ സഹോദരനായി, ഇളയ സഹോദരനായി അങ്ങനെ ധാരാളം ബന്ധങ്ങളെ അവിടുന്ന് കൂട്ടിയുറപ്പിക്കുവാനും പ്രിയമുള്ള ശുശ്രൂഷ ദൈവം സഹായിച്ചുവല്ലോ. പ്രിയമുള്ള കർത്താവെ, അച്ചായൻ്റെ വേർപാട് ദുഃഖിതരായിരിക്കുന്ന അമ്മാമയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദാനമായി നൽകിയിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പിതാവിൻ്റെ വേർപാട് മക്കൾക്ക് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായി അറിയുന്നു. ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ വേർപാട് അതിദുഃഖമാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളധികം മടക്കി വിളിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് കാട്ടിത്തന്ന നല്ല മാതൃകാപരമായ നല്ല ജീവിതങ്ങൾക്കായി സ്തോത്രം കരുതുന്ന കർത്താവെ, അനേക സഭകൾക്കൊരു നാഥനായി തൻ്റെ ശുശ്രൂഷകൾ ചെയ്തു ഈ ലോകത്തിലെ ഓട്ടം ഓടി തികച്ച് ദൈവം തനിക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഭവനത്തിലേക്ക് പ്രിയമുള്ള മകനെ വിളിച്ച് വേർതിരിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വേർപാട് ദുഃഖത്തിലിരിക്കുന്ന സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾ, സ്നേഹിതർ, അയൽവാസികൾ എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ പ്രിയമുള്ള സുവിശേഷകരുടെ രോഗത്തിൻ്റെ അവസ്ഥകളിലൊക്കെ ശുശ്രൂഷിച്ച ഡോക്ടർമാരെ, നഴ്സുമാരെ, മറ്റ് ആരോഗ്യ പ്രവർത്തകരെ ഇപ്പോഴും തൻ്റെ ശുശ്രൂഷ നൽകുന്ന എല്ലാവരും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള പിതാവിൻ്റെ വേർപാട് ഞങ്ങൾക്കൊരു നിരാനഷ്ടമാണെങ്കിലും സ്വർഗത്തിൽ ലാഭമായിരിക്കും സ്തോത്രം. ശേഷിക്കുന്ന സമയങ്ങളിൽ കർത്താവെ, ഞങ്ങൾക്ക് പ്രിയമുള്ള പിതാവിനെ കാട്ടിത്തന്ന നല്ല ജീവിതത്തിൻ്റെ മാതൃകകളെ ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമിയിലെ ശുശ്രൂഷ ജീവിതങ്ങൾ സഹായിക്കണം. ഇപ്പോൾ നൽകിയിരിക്കുന്ന നല്ല ശുശ്രൂഷയുടെ അനുഭവങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മധ്യ കടന്നു വന്ന് ആശീർവദിച്ചിരിക്കുന്ന ബിഷപ്പ് തിരുമനസിനെ ഓർക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിച്ചാണ് ആശ്വസിപ്പിക്കണമേ. തുടർന്നുള്ള ജീവിതത്തിൽ അവർക്ക് നാഥനായി അങ്ങ് തന്നെ ഇരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. പരിശുദ്ധനായ നല്ല ദൈവമേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. വിശ്വാസ ഹൃദയത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും വാഴ്വുകളും ഞങ്ങൾ ഇവിടെ സമർപ്പിക്കാൻ പോകുന്ന ഭൗതിക ശരീരത്തിൻ്റെ ആത്മാവോടും ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതയാത്രയോടും തിരുസഭയോടും കർത്താവിൻ്റെ വീണ്ടും വരവോളും എന്നും എന്നേക്കും മന്ദിരത്തോടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. എൻ സ്നേഹദീപമേ നട
യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി. കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ദേവാലയത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകരുടെ ഓർമ്മകൾ
ഒരു പരിധിവരെ നിലനിൽക്കുന്ന ഇടവകയുടെ അംഗത്തിലാണ് നിൽക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവം തമ്പുരാൻ കാണുകയും ഒരു ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് ശുശ്രൂഷ മുഖങ്ങൾ പ്രിയ സഹോദരൻ വളരെ ഭംഗിയായി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കുഞ്ഞൂർ സുവിശേഷകരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സവിശേഷത, അദ്ദേഹത്തെ വ്യത്യസ്തനായി കാണുന്നത്, അനേകം സഭാ ശുശ്രൂഷകരുണ്ടെങ്കിലും പട്ടക്കാരുണ്ടെങ്കിലും അതിന് നടുവിൽ ഒരാഴപ്പെട്ട സ്നേഹം, സുതാര്യമായൊരു സ്നേഹം, ഒരു പകയില്ലാത്ത ജീവിതം, ആരോടും പകരം വീട്ടാൻ വേണ്ടി സമയം അന്വേഷിക്കാത്ത മനുഷ്യൻ, രാഷ്ട്രീയത്തിൻ്റെ അതിതീവ്രമായ രംഗങ്ങൾ നിൽക്കുമ്പോഴും പ്രതിപക്ഷത്തെ ആദരവോടുകൂടെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഒരു സമാനതകളില്ലാത്ത ഒരു ജീവിതമാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചതാണ്. സുവിശേഷകരെക്കാൾ പ്രായം കുറഞ്ഞവർ വരുമ്പോൾ പോലും ഒരച്ഛൻ എന്ന നിലയിൽ അവരെ ആദരിക്കുന്ന ആ ഒരു സ്നേഹം വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രം ലഭിച്ചിട്ടില്ല. ആ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ എത്രയോ കഷ്ടത നിറഞ്ഞ ജീവിതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. സ്വന്തമായൊരു വാഹനമില്ലാതെ ഒരുപക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ നാളുകൾ ഒരു വേഷ്ടിയും ഒരു ഷർട്ടും ഇട്ടുകൊണ്ട് ഒരു ശുശ്രൂഷ രംഗത്ത് വളരെ ഗൗരവമായി ശുശ്രൂഷ ചെയ്ത മനുഷ്യനാണ്. ഒരു ഉപദേശി എന്ന് വിളിക്കുന്നതിനകത്ത് ഒരു ആത്മാഭിമാനം ഉണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം റോസ്മല എന്ന് പറയുന്ന പ്രദേശമെന്ന് ഒരു മനുഷ്യന് എത്തപ്പെടാൻ കഴിയാത്ത ഉയരമുള്ള ഇടത്ത് പോലും അദ്ദേഹം സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ലഭിച്ചവരും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ലഭിച്ചവരും അദ്ദേഹത്തിൻ്റെ സ്നേഹം പങ്കിട്ടവരും തീർച്ചയായിട്ടും ഈ വാർത്തയുടെ മുൻപിൽ കണ്ണു നനയാതെ അത് ഓർക്കാനായിട്ട് സാധിക്കില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളൊക്കെ ഈ മഹാദേവിൽ പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവരിൽ നിന്ന് എന്താണ് ഒന്ന് ചോദിക്കുക, ഒരു നിശബ്ദ ജീവിയാണ്. ഒരു 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 ശബ്ദകോലാഹലത്തിനകത്ത് ഒഴിഞ്ഞു നിൽക്കുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം സൂക്ഷിച്ചൊരു ആത്മീയതയുടെ തലമെന്ന് പറയുന്നത് വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രം ലഭിക്കുന്നു. അത് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇല്ലായ്മയുടെ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ വളരെ ചില്ലറ പൈസകൾ മാത്രം പാത്രങ്ങളിൽ വീഴുന്ന എടുത്തു വെച്ചിട്ട് മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട കാലഘട്ടം. ആ ചില്ലറ കാശുകളിൽ നിന്ന് ഒരു തലമുറ അന്യപ്പെട്ടു പോകല്ലേ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മകനെ ദൈവം തമ്പുരാൻ വിളിച്ച് ഒരു ശുശ്രൂഷ മുഖത്ത് ഒരു അച്ഛനായി തീരാനുള്ള പ്രാഥമിക പഠനത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുക. അത് വലിയ ഭാഗ്യമാണ്. ആ ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യം ഇന്നത്തെ ഈ പറയുന്ന അച്ഛന്മാരുടെയും സുശേഷന്മാരുടെയും യാതൊരുവിധമായ സാമ്പത്തികതയും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണ്. വന്നതോ അതുപോലെ അത്ര വളരെ സ്ട്രഗിളായിരുന്നു, വളരെയധികം കഷ്ടപ്പാടുകളായിരുന്നു. പക്ഷേ അവിടെയെല്ലാം അദ്ദേഹം കൈവിട്ട് പോകാതെ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം ചോർന്നു പോകാതെ, പരീക്ഷണങ്ങളുടെ നടുവിലൂടെ നടന്നപ്പോഴും അതിനെ അതിജീവിക്കാനുള്ള ഒരു ആത്മവെളിച്ചം ദൈവം തമ്പുരാൻ ആ മനുഷ്യന് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒന്നും തള്ളിക്കളയാതെ ജീവിതത്തിൽ ആ കുഞ്ഞുങ്ങളെ പക്വത എത്തിക്കുവോളം ആ മനുഷ്യ പ്രാർത്ഥനയോടുകൂടി ഇളയമകനെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഞങ്ങൾ സംസാരിക്കുമ്പോണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അയാളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിതത്തിൻ്റെ വഴികളിൽ തീർച്ചയായിട്ടും ഉയർന്നു വരും എന്ന് വിശ്വസിക്കുന്ന കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞനച്ച ഇന്നവിടെ പഠിക്കാൻ പോയത് 10 പേരാണ്. 10 പേര്. അതിനകത്ത് ഇന്നലെ ഒരാൾ പറഞ്ഞതുപോലെ ഈ ബാക്കി 9 പേരാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അസ്തമിക്കാതിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മാതൃക ഇനി ആരാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എങ്കിലും അദ്ദേഹം ബാക്കി വെച്ച ചില ഒരു സുശേഷകൻ അറിഞ്ഞിരിക്കേണ്ട, ഒരു ശുശ്രൂഷ രംഗത്ത് അറിഞ്ഞിരിക്കേണ്ട, ഏതൊരു കഷ്ടതയിലും ദൈവത്തിൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടാതെ അതിനെ സഹനത്തോടുകൂടെ കണ്ടുകൊണ്ട് ഒരു ക്രൂശിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കുമ്പിൽ ഞാൻ തലവണക്കുന്നു. തീർച്ചയായിട്ടും വന്നിരിക്കുന്ന അവിടെ ബോഡി വരുമ്പോൾ തന്നെ ഇവിടെ വാവിട്ട് കരയുന്ന സഹോദരിമാരെ, അമ്മമാരെ ഞാൻ അവർക്ക് എന്തുകൊണ്ടോ ഒരു സഭാ ശുശ്രൂഷകൻ്റെ ഇങ്ങനെയുള്ള അടുത്തുപോയി കാണാൻ കഴിയാത്ത ഒരു
ഒരവസ്ഥയും നടന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ അച്ഛന്മാരുടെ ശുശ്രൂഷയിലൂടെ പ്രിയപ്പെട്ടവരുടെ സഹകരണത്തിലൂടെ ഉചിതമായ ഒരു യാത്രയൊക്കെ നടത്താൻ കഴിഞ്ഞു. ചെയർമാൻ അതിന് അച്ഛൻ പോളിയുടെ അച്ഛൻ നേതൃത്വം കൊടുത്തു. കൃത്യമായിട്ടുള്ള സന്തോഷവും നന്ദി ഞാൻ നന്ദിയോടുകൂടെ ഓർത്തുകൊണ്ട് ദൈവസേനയുടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തീർച്ചയായും ആ മക്കളുടെ ജീവിതത്തിൽ നിങ്ങളൊക്കെ ഇനിയും അവരുടെ സഹോദരന്മാരായി, അവരുടെ അപ്പനായി, അവർക്ക് വഴികാട്ടിയായി നിൽക്കുവാൻ നല്ലൊരു മനസ്സാക്ഷി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അന്വേഷ വളരെ വേദനയോടുകൂടെയാണ് ഇന്ന് ഈ ദേവാലയത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ കണ്ണ് മൊത്തം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും കുഞ്ഞുമോൻ സുവിശേഷകൻ എന്നൊക്കെ വിളിക്കുന്നു, കുറച്ച് പേര് അച്ഛനെ വിളിക്കും. പക്ഷേ എൻ്റെ ഹൃദയത്തിലുള്ളത് അലിഞ്ചേർന്നിരിക്കുന്നത് ഞാൻ കുഞ്ഞുമോൻ ചായ എന്നാണ് വിളിക്കുന്നത്. അത് വിളിക്ക് 22 വർഷം പിന്നിലേക്ക് പോകേണ്ടതുണ്ട്. കുറവന്താവളം സഭാ ശുശ്രൂഷകനായി ഞാൻ അവിടെ ചെന്ന് 3 മാസം ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുമാച്ചാൻ്റെ ഭവനത്തിൽ ആരാധന നടത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ ദക്ഷിണ കേരള മഹായിടവകയുടെ പാസ്റ്റർ ബോർഡിൻ്റെ ഒരു കത്തുമായി എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാൻ റോസ്മല പള്ളിയിലേക്ക് എനിക്ക് പോസ്റ്റിംഗ് കിട്ടി, എന്നെ പ്രാർത്ഥിച്ചയക്കണമെന്ന് പറഞ്ഞ് രാവിലെ നമുക്കറിയാം 5 മണിക്കാണ് അവിടുത്തെ ബസ് സമയം. 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ ഒരുമിച്ച് അച്ചായ തയ്യാറായതിനു ശേഷം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയക്കാനുള്ള ഭാഗ്യമുണ്ടായി എനിക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിറക്കിയ ആളുടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത് വാസ്തവത്തിൽ എനിക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതികൾക്കൊന്നും നമുക്ക് ആർക്കും ഒന്നും പറയാൻ കഴിയില്ലല്ലോ. ചായനെക്കുറിച്ച് തിരുമേനി ഒരു വാക്ക് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ കയറിയ ആളാണ് കുഞ്ഞുമോൻ സുവിശേഷകർ. എൻ്റെ ഹൃദയത്തിൽ കയറി ഞാൻ അദ്ദേഹത്തിന് പട്ടത്ത് ശുശ്രൂഷ കൊടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പൂർണ്ണ അച്ഛനാകാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ ഓട്ടം ഓടിത്തീർത്ത് ശുശ്രൂഷ തീർത്തിട്ട് ദൈവത്തിന് കുഞ്ഞുമോൻചാനെ കൊണ്ട് സ്വർഗത്തിൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് കൊണ്ടുപോയി എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും പ്രിയമുള്ള കുഞ്ഞുമോൻചാൻ്റെ വേർപാട് മഹായിടവയ്ക്ക് മാത്രമല്ല, അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു തീരാ ദുഃഖമാണ്. എല്ലാവിധമായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു. കുടുംബത്തിൻ്റെ പ്രതികളായിട്ട് കുറച്ച് പേരെ വന്നിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ പാസ്റ്റർ ചുരുക്കമായി പറഞ്ഞ് നമ്മൾ ആരോഗ്യ പ്രവർത്തകർ നമുക്ക് പെട്ടെന്ന് നിർത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുരോഹിത ശ്രേഷ്ഠരായ പ്രിയപ്പെട്ടവർക്കും ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ഈസ്റ്റർ വന്ദനം. ഞാൻ ചുരുക്കനാളായുള്ള വിളക്കുടി IPC ചർച്ചിൻ്റെ പാസ്റ്ററായി ചുമതലയേറ്റിട്ട് അവിടുത്തെ എൻ്റെ വിശ്വാസിയാണ് ബ്രദർ സ്റ്റീഫൻ ലീലാമ. ആ ലീലാമ സിസ്റ്ററുടെ സഹോദരനാണ് ഈ അച്ഛൻ. ഒരുപക്ഷെ നിരവധി പ്രാവശ്യം പറഞ്ഞ് മാത്രമേ എനിക്കറിയൂ. മനസ്സുകൊണ്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇനം മറ്റൊന്നായിരുന്നു. കേട്ട വാർത്തയിൽ നിന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. നിത്യതയിൽ കാണുമെന്ന് സാധാരണ മരണ വീട്ടിൽ പറയുന്ന വാക്കല്ല. വാസ്തവമായി സഹോദര ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കിയും സഹോദര ബന്ധത്തിൽ മനുഷ്യരുടെ ഹൃദയങ്ങൾ ഇടം നേടിയ ഈ പ്രിയ അച്ഛൻ കർത്താവിൻ്റെ സന്നിധിയിൽ കാണും എന്നുള്ള പ്രത്യാശ പ്രിയപ്പെട്ടവരെ ദൈവം നിറയ്ക്കട്ടെ. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ IPC ബറാക്ക വിളക്കുടി സഭയുടെ എല്ലാ ദൈവമക്കളുടെയും എൻ്റെയും അനുശോചനവും ദുഃഖവും പ്രത്യാശ അറിയിക്കുന്നു. പൗലോസ്ലീഹ മരണമെന്ന ഭീകരമായ പദത്താൽ വിളിച്ചിട്ടില്ല, നിദ്ര എന്ന അനാലൂസിസ് എന്ന വേർപാടെന്ന പദത്തിലേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു ഭീകരമായ യാത്ര, മടങ്ങിപ്പോക്ക് അവസാനമല്ല. ഇത് മറ്റൊരു തുറമുഖത്തേക്കുള്ള എത്തപ്പെടലാണ്. നമുക്ക് ആ പ്രിയപ്പെട്ടവനെ, പ്രിയ അച്ഛനെ, കർത്തവേലക്കാരനെ ആ തുറമുഖത്ത് വെച്ച് വീണ്ടും കാണാമെന്ന പ്രത്യാശ കൊണ്ട് ദൈവം എല്ലാവരെയും നിറയ്ക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവസരമൊരുക്കിയ പുരോഹിതന്മാർക്ക് നന്ദി പറഞ്ഞു. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ദേവാലയത്തിലുണ്ട്, കുറവന്താവളത്ത് നമ്മളൊരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഇപ്പോൾ ദൈവാനുള്ള ജയ്സനൊക്കെ പ്രാർത്ഥിക്കും. സകലാശ്വാസങ്ങൾക്കും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ നല്ല വൈകിയ വേളയ്ക്കായി ഒരിക്കൽ കൂടി പരിശുദ്ധനാകുന്ന ദൈവമേ, ഞങ്ങളങ്ങയുടെ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്ന പിതാവെ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
പിതാവെ, അങ്ങയുടെ മക്കളും അങ്ങയുടെ കുഞ്ഞുങ്ങളുമായിരിക്കുന്ന അടിയങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടി അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുങ്ങിയ മുഖാന്തരത്തിനായി ഞങ്ങൾ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ കുഞ്ഞുമണിച്ചാൻ്റെ ജീവിതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ അച്ഛൻ്റെ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹത്തിനായും സൗഹൃദത്തിനായും പ്രിയ പിതാവിനോട് ഞങ്ങൾക്ക് ലഭിച്ച കരുതലിനായും ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് പിതാവായി, സഹോദരനായി, സ്നേഹിതനായി, അയൽക്കാരനായി, നല്ലൊരു ശുശ്രൂഷകനായി കർത്താവെ ഞങ്ങളോടൊപ്പം കാണപ്പെടുവാൻ യേശുവേ നീ അവിടെ നിലയാക്കിയ എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഓട്ടം തികഞ്ഞപ്പോൾ കർത്താവെ താൻ പ്രിയം വെച്ച നാട്ടിലേക്ക് ചേർക്കുവാൻ അങ്ങേക്ക് മനസ്സുണ്ടായല്ലോ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത് ഞങ്ങളോട് അരുളി ചെയ്ത നാഥ. ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും ഭാരങ്ങളും അങ്ങറിയാതെ സംഭവിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. സങ്കടം വന്നാലും പിതാവെ നീ അറിയുന്നു, സന്തോഷം വന്നാലും നാഥ നീ അവിടുന്ന് അറിയുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവെ, അല്പകാലത്തേക്ക് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന കഷ്ടത്തിൽ നിന്ന് ഒരു മഹാപ്രത്യാശ അവിടെ ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത് കൊണ്ട് നദിയോടെ സ്തോത്രം. കർത്താവെ, വചനം പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. പിതാവെ, ഞങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അവിടുത്തെ വലിയ സമാധാനം ഞങ്ങൾക്ക് അവിടുത്തെ പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നുവെന്ന്. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, നിത്യമായ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം പ്രിയപിതാവെ ഞങ്ങൾക്ക് അവിടെ നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാ. പങ്കാളി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആദാ ജീവിതത്തിൻ്റെ ഭാരങ്ങളേറി വരുമ്പോൾ യേശുനാഥ നീ അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങളെയും മാറോട് ചേർത്ത് നിർത്തി യേശുഭാര്യ അവരുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കരുതുവാൻ പ്രിയ മാതാവിനെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിനെയും ശരീരത്തെ അവിടെ ധൈര്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ, പ്രിയ കർത്താവെ, അച്ഛനിലൂടെ ലഭ്യമായി തീർന്ന വിശ്വാസത്തിൻ്റെ നല്ല മാതൃകകളെ ഞങ്ങളുടെ ഏറ്റെടുത്ത് ജീവിക്കേണ്ടതിന് സ്വർഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവെ, രണ്ടുപേരെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ ശുശ്രൂഷാമുഖത്തായിരിക്കുന്ന പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അധികമായി അവിടുത്തെ കരുതിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. പ്രത്യേകിച്ച് ഇളയമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവിയെക്കുറിച്ചോർത്ത് കർത്താവെ, പിതാവ് വല്ലാതെ ആശങ്കപ്പെടുമ്പോഴും സ്വർഗത്തിലെ ദൈവമേ നിനക്കുള്ള പദ്ധതി പ്രിയമകന് പൂർത്തീകരിക്കുവാൻ കർത്താവെ നീ അവിടെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതാ. അപ്രകാരം സഹോദര കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബന്ധുക്കൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, സഭാംഗങ്ങൾ, ദേശവാസികൾ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വിലാപത്തോടും സങ്കടത്തോടും ഈ പള്ളിമുറ്റത്തായിരിക്കുമ്പോഴും സ്വർഗത്തിലെ ദൈവമേ നിന്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ ഏറ്റവും വിനയമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ആശ്വസിപ്പിക്കണമേ പിതാവേ. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വേദനകളുണ്ട്, നൊമ്പരങ്ങളും സങ്കടങ്ങളുമുണ്ട് നാഥ. കർത്താവെ, നിറഞ്ഞ കണ്ണുകളോടെ തകർന്ന ഹൃദയത്തോടെ തിരുമുൻപാകെ കർത്താവെ ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവം തമ്പുരാനെ നിനക്കല്ലാതെ ഞങ്ങൾക്ക് സമാധാനം പകർന്നു നൽകുവാനായിട്ട് ആർക്കും കഴിയുകയില്ല നാഥ. നിന്റെ സമാധാനം ഞങ്ങൾക്ക് അവിടുന്ന് പകർന്നു നൽകണമേ, നിന്റെ ആശ്വാസം പകർന്നു നൽകണമേ. ഞങ്ങളുടെ ഇവിടം വിട്ട് പിരിഞ്ഞു പോകട്ടെ നാഥ. പ്രിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. കൂടെപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അടുത്ത് അനുഗ്രഹിച്ചാൽ നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇവിടെ നടന്ന കർത്താവെ ശുശ്രൂഷാധികാരികളൊക്കെ ക്രമീകരിക്കുവാനായിട്ട് ബലഹീനരാകുന്ന അടിയങ്ങളെ ധൈര്യപ്പെടുത്തിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. അനുകൂലമാകുന്ന ചുറ്റുപാടുകളെ ഒരുക്കി നൽകിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. മറ്റ് കർത്താവെ ഇതിനു വേണ്ടി ഒരുക്കപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവിന് ഒരുക്കിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം നാഥ. ശുശ്രൂഷാധികാരികൾ പങ്കെടുത്ത പുരോഹിതന്മാർക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടെപ്പെട്ടിരിക്കുന്ന അടിയങ്ങൾ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമെന്ന് ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പിതാവേ ഞങ്ങളുടെ യാചനയും കൃപയോടെ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. ആശീർവാദം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മോട് നാം പ്രാർത്ഥിച്ച സകല വിഷയത്തോടും വിശിഷ്യ കൊച്ചമ്മയോടും രണ്ട് മക്കളോടും പരിപൂർണ്ണ ജീവിതത്തോടും ഇവിടെ ആയിരിക്കുന്ന സാലോടും വിശേഷിച്ച് നേതൃത്വം കൊടുത്ത പ്രിയ അച്ഛന്മാരോടും ഇതിന് കാലാവസ്ഥാനങ്ങളെ ഉണ്ടാക്കുമാറാക്കട്ടെ. ആമേൻ. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് തിരിഞ്ഞു പോകാനായിട്ട് ആരോഗ്യ പ്രവർത്തകർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്.